നമസ്കാരം. ഇന്നത്തെ വിഷയം അധ്യാപകരുടെ കേട്ടറ്റാണ്. നമുക്കറിയാം, പുതിയ വാർത്ത കേട്ടറ്റിലെ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടുണ്ട്. വിവിധ സംഘടനകളും സംസ്ഥാന സർക്കാരും നിലവിലുണ്ടായിരുന്ന കേട്ടറ്റ് വിധി പുനഃപരിശോധിക്കണം എന്ന ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. രണ്ട് കാര്യങ്ങളായിരുന്നു പുനഃപരിശോധനാ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഒന്ന്, 2010 മുമ്പ് സർവീസിൽ കയറിയവരെ ടെറ്റ് പരീക്ഷ പാസ്സാകണം എന്ന വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കണം. രണ്ടാമത്തത്, 2010 ശേഷം സർവീസിൽ കയറിയവരെ, അതായത് നിലവിൽ കേട്ടറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നവരെ ടെറ്റ് പാസ്സാകണം എന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കണം. ഈ രണ്ട് കാര്യങ്ങളും പുനഃപരിശോധിക്കണം എന്ന ഹർജിയുമായിട്ടാണ് സംഘടനകളും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ഈ രണ്ടാവശ്യങ്ങളും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ചും അധ്യാപകരെ സംബന്ധിച്ചും ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. അധ്യാപകർക്ക് ഇത് പാസ്സാകണമെന്നൊരു വ്യവസ്ഥ, സർക്കാരിനാണെങ്കിൽ ഇവരെ എന്ത് ചെയ്യുമെന്നുള്ള ഒരു പ്രശ്നങ്ങളും വരാനിരിക്കുന്നുണ്ട്. അധ്യാപകർക്ക് ഉണ്ടാവുന്ന തൊഴിൽ നഷ്ടങ്ങൾ, അധ്യാപകർ പാസ്സായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെ അവരെ സംരക്ഷിക്കാൻ പറ്റും, ഇത്തരത്തിലുള്ള നിലവിലുള്ളവരെ പുറത്താക്കാൻ കഴിയും, പുറത്താക്കിയാലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ, അത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ വിധിയോടുകൂടി വന്നിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി ഒരു ഫേവർ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഇത് പറഞ്ഞത് 3 വർഷത്തിനിടയിൽ പാസ്സായ നേരത്തെ പറഞ്ഞത് 2 വർഷത്തിനിടയിൽ പാസ്സാകണമെന്നായിരുന്നു. അതായത് 2025 ഈ വിധി ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ആ 2025 മുതലാണ് ഇത് കൂട്ടുന്നത്. 2025 മുതൽ 2027 സെപ്റ്റംബർ 1 പാസ്സാകണമെന്നായിരുന്നു ഇത്രയും കാലം സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് ഒരു എക്സ്റ്റൻഷൻ നൽകിയിട്ടുണ്ട്. അതായത് 2028 ഓഗസ്റ്റ് 31 പാസ്സായാൽ മതി എന്നാണ് ആ ഒരു വർഷത്തേക്ക് നീട്ടി തന്നിട്ടുണ്ട്. അത് ഇതിൽ ഈ ഒരു പുനഃപരിശോധന ഹർജിയിൽ കിട്ടിയ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പീരീഡ് ഉണ്ട്, സമയമുണ്ട്. ഇതിപ്പോൾ 26 ആയിട്ടേ ഉള്ളൂ. 2 വർഷവും ചില്ലറയും സമയം ഇനിയും ബാക്കിയുണ്ട്. നമുക്കറിയാം, ഈ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത്. അതിലാണ് ടെറ്റ് വിദ്യാഭ്യാസ യോഗ്യതയായും ഇന്ത്യ ഒട്ടുക്ക് നിശ്ചയിച്ചത്. എന്നാൽ കേരളത്തിൽ ഏകദേശം 2020 കൂടിയാണ് എയ്ഡഡ് മേഖലയിൽ അത് നടപ്പിലാക്കി തുടങ്ങിയത്. അതുവരെ ഇങ്ങനെ വേണം, വേണ്ട, വേണ്ടണം എന്നൊക്കെയുള്ള രീതിയിൽ പോയിരുന്നു. ഈവൻ 2021 പോലും എയ്ഡഡ് സ്കൂളിൽ കേട്ടറ്റ് ഇല്ലാത്തവർക്ക് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. 2021 എലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഇറക്കിയ വളരെ ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഉത്തരവുകളിൽ ഒന്ന് ഈ കേട്ടറ്റ് ഇല്ലാത്തവരെയും അപ്രൂവൽ കൊടുക്കാനായിരുന്നു. അപ്പോൾ അത് പിന്നെ ആ കാര്യത്തിൽ കേട്ടറ്റ് ഇല്ലാത്തവർക്ക് ഇൻക്രിമെന്റ് കൊടുക്കരുത്, അവരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ഓർഡർ ഇറക്കി അതൊരു നിർബന്ധമില്ലാത്ത അവസ്ഥ 2021 വരെ എയ്ഡഡ് മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും ഒക്കെ നിലനിന്നിരുന്നു. പിന്നീട് PSC കോൾ ഫോർ ചെയ്യുന്നതിനെല്ലാത്തിനും ഈ കേട്ടറ്റ് നിർബന്ധമാക്കി. അതിനുശേഷമാണ് 2021 ശേഷമാണ് എയ്ഡഡ് മേഖലയിലും ഈ കേട്ടറ്റ് നിർബന്ധമാക്കിയത്. അതിൻ്റെ അധ്യാപകരുടെ തസ്തികയുടെ അപ്രൂവലിന് വേണ്ടി നിർബന്ധമാക്കിയത് എന്നാണ് ഒരു സത്യം. അത് അതുകൊണ്ട് തന്നെ ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, 2021 വരെ ജോലി ചെയ്യുന്നവരിൽ, കേരളത്തിലെ ജോലി ചെയ്യുന്നവരിൽ, പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിൽ ഒരുപാട് പേര് കേട്ടറ്റ് കിട്ടാത്തവരുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോ എയ്ഡഡിലും നിർബന്ധമാണ്, PSCയിലും നിർബന്ധമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു നിർബന്ധമായിട്ട് യഥാർത്ഥത്തിൽ ഒരു 5 വർഷമേ ആയിട്ടുള്ളൂ.
എന്നാൽ ഈ നിയമത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു നിയമം വരുമ്പോൾ ആ നിയമം പാസ്സായ തീയതി മുതലാണ് അതിൻ്റെ ഒരു പ്രാബല്യം എന്ന് പറയുന്നത്. അത് ഏതൊരു നിയമത്തിലും അങ്ങനെ. അതിന് മുമ്പുള്ളവർക്ക് ഒരു എക്സംഷൻ കൊടുക്കുന്ന ഒരു കീഴ്വഴക്കവും രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ശരിക്കും 2009 നിയമം വന്നത്. 2009 മുമ്പിൽ സർവീസിൽ കയറിയവർക്ക് ആ, ടെറ്റ് നേടണമെന്ന ഒരു വ്യവസ്ഥ തികച്ചും ശരിക്കും അനീതിയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ സർവീസിലുള്ള എല്ലാവരും ടെറ്റ് നേടണം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പൊ സുപ്രീം കോടതിയുടെ ഒരു വിധി അനുസരിച്ച് 2028 ഓഗസ്റ്റ് 31 സർവീസിൽ ടെറ്റ് ഇല്ലാത്ത ഒരു അധ്യാപകരും ജോലി ചെയ്യാൻ പാടില്ല എന്ന ഒരു വിധിയാണ് ഇന്നലെ വന്നിട്ടുള്ളത്. ഇപ്പൊ മാത്രമല്ല, ഈ എയ്ഡഡ് മേഖലയിലൊക്കെ എച്ച് എം ആകാന് 50 വയസ്സ് കഴിഞ്ഞവർക്ക് എക്സംഷൻ കൊടുക്കുമായിരുന്നു. അതിപ്പോൾ പിന്നെ NGOസിലും ഒക്കെ ഉണ്ട്. 50 വയസ്സ് കഴിഞ്ഞവർക്ക് അക്കൗണ്ട് ടെസ്റ്റ് പാസ്സാകേണ്ട, പ്രൊവേഷൻ ഡിക്ലെയർ ചെയ്യാത്തവരൊക്കെ 50 വയസ്സിന്റെ എഫക്റ്റിൽ അങ്ങ് കൊടുക്കും. അപ്പോൾ അത് എന്നാൽ എയ്ഡഡ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രത്യേകിച്ച് ഇത് പിന്നെ അക്കൗണ്ട് ടെസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ നിർബന്ധമാണ്. HM ആണെങ്കിൽ നിർബന്ധമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ടെറ്റ് എയ്ഡഡ് സ്കൂളുകളിൽ ടെറ്റ് ഇല്ലാത്തവർക്ക് ഇപ്പോൾ അപ്രൂവൽ കൊടുക്കുന്നുണ്ട് HM ആയിട്ട് 50 വയസ്സ് കഴിഞ്ഞവർക്ക്. അപ്പോൾ 2028 മുതൽ ഈ 50ന്റെ ഇളവും ആർക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ 50 വയസ്സ് കഴിഞ്ഞതാണ്, എനിക്കൊന്നും ബാധകമല്ല, എനിക്ക് ടെറ്റ് വേണ്ട, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വേണ്ട, പിന്നെ KER പാസ്സാവേണ്ട എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവും ഉണ്ടാവില്ല. ആ ഒരു ഇളവുകൾ ഉണ്ടാവില്ല എന്നതാണ് സത്യം. ഇത് ശരിക്കും ഇന്ത്യ ഒട്ടുക്കും ബാധകമാണ്. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. 2028 31 വരെ ടെറ്റ് പാസ്സാകാത്തവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ്. എന്ന് വെച്ചാൽ പുറത്താക്കണം, അവരുണ്ടാവരുത് എന്ന് തന്നെയാണ്. പക്ഷെ അതിന്റെ പ്രായോഗികതയൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് തന്നെ സംശയമുണ്ട്. എന്ത് ഇങ്ങനെ ഒരു കേസൊന്നും ഇതുവരെ ആരെയും പിരിച്ചുവിട്ട് ഇതിന്റെ പേരിൽ പിരിച്ചുവിട്ട ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊരു പിന്നെ ആശ്വാസം എന്നുള്ള നിലയിൽ നമുക്കിതിനെ കാണാനും കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ 2028 സർക്കാർ ഈ പിന്നെ കുറച്ചുകൂടി നീട്ടിത്തരണം എന്നൊക്കെ ആവശ്യപ്പെട്ട ഒരു ഹർജി കൊടുത്താൽ ചിലപ്പം നീട്ടിക്കൂടായുകയുമില്ല. എന്ന് വെച്ചാൽ അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയും വേണ്ട. ഇപ്പൊ പ്രൊമോഷനിലും ശരിക്കും ഇത് നിർബന്ധമാവുകയാണ്. HM പ്രൊമോഷനിൽ നിർബന്ധമാണ്. ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ, അല്ലെ ഒരു LPST, അല്ലെങ്കിൽ ഒരു UPST, അല്ലെങ്കിൽ ഈവൻ ഹൈസ്കൂൾ ടീച്ചർ ഒക്കെ ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷൻ ആവണമെങ്കിലും ഈ കേട്ടറ്റ് നിർബന്ധമാവുകയാണ്. അപ്പോൾ ഇതിനിടയിൽ സർക്കാർ പല ഇളവും അതുണ്ടെങ്കിൽ ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഉത്തരവുകൾ ഇറക്കുന്നുണ്ടെങ്കിലും തത്വഫലത്തിൽ ഇതെല്ലാം പിന്നെ വേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി ടെറ്റിലാണെങ്കിൽ ഇതിൽ ഒരു ഇളവ് കിട്ടുമോ? ഒരു ഇളവ് അനുവദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവ് ഇറക്കാൻ വേണ്ടി കേന്ദ്രം തയ്യാറാവില്ല. കേന്ദ്രം ഈ സുപ്രീം കോടതിയിൽ ഒരു അനുകൂല നിലപാട് കേന്ദ്രവും കേരളവും ഒരുമിച്ച് എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സർവീസിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പിന്നെ അനുകൂല നിലപാടുണ്ടായിരുന്നു, കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നിലപാടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ സുപ്രീം കോടതി വിധി അങ്ങനെ ആയില്ല. അപ്പോൾ എന്നാൽ കേന്ദ്രം ഒരു ഇളവ് അനുസരിച്ച് ഒരു നിയമനിർമ്മാണം നടത്തുകയോ ഒരു ഉത്തരവിറക്കുകയോ ചെയ്യാൻ കേന്ദ്രം തയ്യാറാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗുണമേന്മയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് കേന്ദ്രം പറയുന്നത്. ഒരു പിന്നെ ടെറ്റ് പരീക്ഷ, ഒരു ടീച്ചർ ഒരു എലിജിബിൾ ടെസ്റ്റ് പറയുമ്പോൾ അത് പാസ്സാകാത്തവരും പഠിപ്പിക്കണമെന്നൊക്കെ പറയുമ്പോൾ അത് വിദ്യാഭ്യാസ ഗുണമേന്മയെ ബാധിക്കും. അല്ലെങ്കിൽ ഇത് യോഗ്യതാ പരീക്ഷയിൽ വെള്ളം ചേർക്കുന്ന പോലെയാകും. ഇതൊരു സംസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിന്റെ പ്രശ്നമല്ല, ഇന്ത്യ ഒട്ടുക്കുമുള്ള പ്രശ്നമാണ് എന്നുള്ള നിലപാടാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന് ഉള്ളത് എന്നതാണ് സത്യം. അപ്പൊ അത് മാത്രമല്ല, ഇനിയിപ്പോ ഇത് കോടതി മുഖാന്തരം ആയതുകൊണ്ട്, ഇനിയിപ്പോ സുപ്രീം കോടതി വിധി ഇത്തരത്തിൽ വന്നതുകൊണ്ട് അതിൽ ഇനിയിപ്പോ കേന്ദ്ര സർക്കാർ വിചാരിച്ചാലും അതിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി കഴിയില്ല. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ചോദിക്കുമല്ലോ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള ചോദ്യം പോലെ, നമ്മൾ ഈ അധ്യാപകര് ഇനി എന്ത് ചെയ്യണം, അവിടെയാണ് നമ്മളുടെ. അപ്പോൾ സാധാരണഗതിയിൽ സീനിയറായ അധ്യാപകർക്കൊക്കെ 50 വയസ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പുതിയൊരു പരീക്ഷ എഴുതാനുള്ള ഒരു മാനസികാവസ്ഥയും അല്ല, അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ട്.
പ്രായത്തിൻ്റെ പരിമിതിയുണ്ട്, പഠിക്കാനുള്ള മാനസികാവസ്ഥയില്ല. പക്ഷേ ഇതൊക്കെ ശരിയാണ്, നമ്മൾ ആ അവസ്ഥയൊക്കെ മാറ്റിയേ പറ്റൂ, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു രക്ഷയുമില്ല. ഇപ്പം അധ്യാപകരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി, അത് മാത്രമേ ഉള്ളൂ. സമയം ഇഷ്ടം പോലെയുണ്ട്. കുറച്ച് വായിച്ച് നമുക്ക് ആ പരീക്ഷ എഴുതാം. വളരെ സിമ്പിളാണ്. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷ സർവീസിലുള്ള ഒരു 50% അധ്യാപകരും കഴിഞ്ഞ പരീക്ഷ ടെറ്റ് പരീക്ഷ പാസ്സായിട്ടുണ്ട്. അങ്ങനെ ഒരു മനസ്സ് എല്ലാവരും കാണിക്കുക. നമ്മൾ എഴുതാൻ തീരുമാനിക്കുക. ഇനി എന്തെങ്കിലും ഓർഡർ നമുക്ക് അനുകൂലമായിട്ട് വരുമോ, കോടതിയിൽ നിന്ന് എന്തെങ്കിലും അനുകൂല വിധി വരുമോ, ഇങ്ങനെയൊന്നും ആലോചിച്ച് നമ്മൾ ഇരിക്കാതെ നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറാകുക എന്ന് മാത്രമേ ഇനി നമ്മളുടെ മുമ്പിൽ മാർഗമുള്ളൂ. നമ്മളെ ഒരു അധ്യാപക സംഘടനയും നമ്മളെ സഹായിക്കാൻ കഴിയില്ല, ആർക്കും കഴിയില്ല, ഗവൺമെന്റിനും കഴിയില്ല എന്ന ഒരു കാര്യം എല്ലാവരും തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് അധ്യാപകർ, ഇതിപ്പോൾ വയസ്സായവർ മാത്രമല്ല കേട്ടോ, ഒരുപാട് അധ്യാപകർ സംഘടനാ പ്രവർത്തനം നടത്തി പോകുന്നവർ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പോകുന്നവർ, പൊതുപ്രവർത്തനം നടത്തി പോകുന്നവരൊക്കെയാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും തിരക്കാരാണ്, അവർക്ക് ഇതിനൊന്നും സമയമില്ല. പക്ഷേ അവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അടങ്ങിയിരുന്നിട്ട് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഈ ഈ ഒരു റൂട്ടിൽ, അതായത് ടെറ്റ് പാസ്സാകണം 28-നുള്ളിൽ എന്ന് പറയുന്നതിൽ മറ്റു കുറുക്കു വഴികളൊന്നും ആരുടെ മുമ്പിലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം സർക്കാരിന് ചില കാര്യങ്ങൾ എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഇപ്പം സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2028 വരെ സർവീസിലുള്ള അധ്യാപകർക്കായിട്ട് നിരന്തരമായിട്ട് പരീക്ഷകൾ നടത്തുക. അങ്ങനെ നിരന്തരമായിട്ട് അധ്യാപകർ തയ്യാറായാൽ മാത്രം പോരല്ലോ, നിരന്തരമായ പരീക്ഷകൾ നടത്തി അവരെ ഏതെങ്കിലും തരത്തിൽ പാസ്സാക്കി സർവീസിൽ തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം. അപ്പോൾ നിരന്തരമായ പരീക്ഷകൾ നടത്തുവെക്കുക എന്ന് പറഞ്ഞാൽ, ജനറൽ കാറ്റഗറിക്ക് വേറെ ടെറ്റ് നടത്തുക, അധ്യാപകർക്കായിട്ട് മറ്റൊരു ടെറ്റ് നടത്തുക. അങ്ങനെ ഒരു വർഷത്തിൽ 2 പരീക്ഷ വെച്ച് നടത്തിയാൽ പോലും ഇനിയും 4 പരീക്ഷകൾ നടത്താൻ സമയമുണ്ട്. ഇപ്പോൾ ഒന്ന് കഴിയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തം ഏകദേശം ഒരു 5 പരീക്ഷ വേണമെങ്കിൽ നമുക്ക് ഒരു വർഷത്തിൽ 3 നടത്താവുന്നതാണ്. അത്തരത്തിൽ നടത്തി കഴിയുമ്പോൾ 5ഓ 6ഓ പരീക്ഷ എഴുതിയാൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനിടയിൽ വളരെ എളുപ്പത്തിൽ പാസ്സാകാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് സത്യം. മറ്റൊന്ന്, പരീക്ഷ ഭവനാണ് ഈ പരീക്ഷ നടത്തുന്നത്. PSC പോലെ അത്രയും അങ്ങോട്ട് ഇതുള്ള ഒന്നല്ല. പരീക്ഷ ഭവൻ നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ അധ്യാപകരുടെ പരീക്ഷകൾ നടത്തുമ്പോൾ ഈസി ലെവൽ ക്വസ്റ്റ്യൻ ഇടുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം. അപ്പോൾ അതിനനുസരിച്ച് ഈസി ലെവൽ ക്വസ്റ്റ്യൻ ഇടുക, എല്ലാവരും കൂടി ശ്രമിക്കണം. അപ്പോൾ പരീക്ഷാ ഭവൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുക, അധ്യാപകർ കുറച്ച് നന്നായിട്ട് മെനക്കെടുക, എല്ലാവരും ഒരുമിച്ച് പിടിക്കുമ്പോൾ ഈ അധ്യാപകർക്ക് വിജയം, ഈ ടെറ്റ് പരീക്ഷയിലുള്ള വിജയം സുനിശ്ചിതമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ആര് വേണ്ട എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ, 2028 ജൂൺ 30 വരെ, മെയ് 31 ജൂൺ 30 വരെ, 2028 മെയ് 31 ജൂൺ 30 വരെ റിട്ടയർ ആകുന്നവരെ, അതായത് 2028 മെയ് 30-നോ 31-നോ ജൂൺ 30-നോ റിട്ടയർ ആകുന്നവർ ഈ പരീക്ഷ എഴുതേണ്ടതില്ല. കാരണം അതിലൊരു ആക്ഷൻ വരുന്നത് 2028 ജൂൺ 30-ന് ശേഷമാണ്. അതായത് ശരിക്കും 54 വയസ്സുള്ളവരെ ഇത് ബാധിക്കില്ല. 54 വയസ്സ് വരെ ഉള്ളവരെ ഇത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി 2028 ജൂലൈയിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ, ജൂലൈ ഓഗസ്റ്റിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ അധ്യാപകർക്ക് പ്രത്യേക ഒരു ആനുകൂല്യമുണ്ട്. അവർക്ക് അടുത്ത 2029 മാർച്ച് 31 വരെ തുടരാമെന്നാണ് പക്ഷെ അവർ ആ തുടരുന്നത് വേണ്ടെന്ന് വെച്ചാൽ മതി, അവർ ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടയർ ചെയ്ത് പോകാം. അതൊരു സൂപ്പർ അന്വേഷണം പീരീഡാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ആ പീരീഡ് മാർച്ച് 31 അക്കാദമിക വിഭാഗത്തിൽ പെടുന്നവരാണ് അധ്യാപകർ എന്നതുകൊണ്ടാണ് ആ അക്കാദമിക വർഷം പൂർണ്ണമായിട്ടും തുടരാം. അതായത് ജൂലൈ 2 മുതൽ അങ്ങോട്ട് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ, ജൂലൈ 1 വരെയാണെങ്കിൽ ജൂൺ 30-ന് റിട്ടയർ ചെയ്യണം. ജൂലൈ 2 മുതലാണ് അധ്യാപകരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ ആ അധ്യാപകൻ പിറ്റേ വർഷം മാർച്ച് 31 വരെ സർവീസിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇളവ് അധ്യാപകർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ
അവർ ഏത് മാസമാണോ ഡേറ്റ് ഓഫ് ബർത്ത് ആ മാസം വരെയുള്ള പിന്നെ ബേസിക് പേ മാത്രമേ പെൻഷന് കണക്ക് കൂട്ടുള്ളൂ. പിന്നീട് ഉള്ള മാസങ്ങളിൽ ശമ്പളം മാത്രമേ ഉള്ളൂ. അത് പെൻഷന് കണക്ക് കൂട്ടുന്ന സർവീസ് അല്ല പിന്നീടുള്ള മാസങ്ങളിൽ നൽകുന്നത് എന്നൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വേണ്ടെന്ന് വെക്കാം. അപ്പോൾ 54 വയസ്സ് വരെ ഉള്ളവർ, അതായത് 2028 മെയ് 31 ജൂൺ 30 റിട്ടയർ ചെയ്യുന്നവർ ഈ പരീക്ഷ എഴുതേണ്ടതില്ല. മറ്റൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം, അതൊരു ഇത്തിരി നെഗറ്റീവാണ്. അപ്പം ഇപ്പോൾ 49 വയസ്സായവർ, ഒരു എക്സാമ്പിളാണ്, ഒരു നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ 49 വയസ്സായവർ 2028 ആകുമ്പോഴേക്ക് 51 വയസ്സാവും. 51 വയസ്സ്. അന്ന് ഒരു രക്ഷയില്ല, ഈ കേസിൽ ഒരു രക്ഷയില്ല, പാസ്സായില്ല, പാസ്സാവുകയും ഇല്ല എന്ന് ചിന്തിച്ചാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടി 2028 സർവീസിൽ കേട്ടറ്റ് പാസ്സാകാത്തവർക്കെതിരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വോളണ്ടറി എടുക്കാം. വോളണ്ടറി എടുക്കുമ്പോൾ ഒരു ആനുകൂല്യം എന്താണെന്ന് വെച്ചാൽ 5 വർഷത്തെ സർവീസ് വെയിറ്റേജ് നമുക്ക് പെൻഷൻ കണക്ക് കൂട്ടാൻ വേണ്ടി കൂട്ടിക്കിട്ടും. ഇൻക്രിമെന്റ് മാത്രം കിട്ടൂല. അന്നത്തെ ബേസിക് പേയും ഇപ്പം 51 വയസ്സിൽ 25 വർഷം സർവീസ് ഉണ്ടെങ്കിൽ 56 വരെയുള്ളത് 5 വർഷം കൂടി കൊടുക്കും. അതായത് 30 വർഷം സർവീസായിട്ട് കണക്ക് കൂട്ടും. അങ്ങനെ വേണമെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് 51, 5, 56 എടുക്കാം. അങ്ങനെയാ ചിന്തിക്കുന്നതെങ്കിൽ 49 വയസ്സുള്ളവർക്ക് മുതലുള്ളവർക്ക് ഈ മാർഗമൊക്കെ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പറയുമ്പോൾ നമ്മൾ 5 വർഷത്തെ ശമ്പളം പോവില്ലേ എന്നൊരു സ്വാഭാവിക സംശയം ഉണ്ടാവാം. പക്ഷേ 5 വർഷത്തെ ശമ്പളം പോകുമ്പോൾ ഈ പിന്നെ അന്നേരം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 51 വയസ്സിൽ തന്നെ പെൻഷൻ കിട്ടിത്തുടങ്ങും. ആ 51 വയസ്സിൽ പെൻഷൻ കിട്ടിത്തുടങ്ങും. ശമ്പളം കിട്ടുന്നത് ഒഴിവാകുമ്പോൾ പെൻഷൻ കിട്ടിത്തുടങ്ങും. മാത്രമല്ല DCRGയും കമ്മ്യൂട്ടേഷനും ഒരുമിച്ച് കിട്ടും. ഇത് വലിയ അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഞാനൊരു ധൈര്യം തന്നത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്കൊന്നും പോകണ്ട. വെറുതെ നമുക്ക് ഈ 41 വയസ്സായാലും അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് പോവേണ്ടതില്ല. ഞാൻ പരീക്ഷ ഒന്നും എഴുതുന്നില്ല, വോളണ്ടറി എടുക്കാമല്ലോ എന്ന് ചിന്തിക്കുകയും വേണ്ട. ഒരു നിവൃത്തിയില്ലാത്ത ഏതെങ്കിലും അത്തരത്തിലൊരു നടപടിയോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും പാസ്സാകാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.